Hello friends, Assalamu alaikum. Welcome back to our channel. ഇന്നത്തെ റെസിപ്പി വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതുപോലെ തന്നെ 6 മാസത്തോളം കേടുകൂടാതിരിക്കുന്ന ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ കുറച്ച് വലുതെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒരു പീലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. സ്കിന്നൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഇനി ഇതിൽ നിന്നൊരു പൊട്ടാറ്റോ എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി നമുക്കിതിനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വണ്ണത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പൊട്ടാറ്റോയും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് അതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടാറ്റോയിലുള്ള സ്റ്റാർച്ചൊക്കെ നല്ലോണം പോയി കിട്ടും. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ പൊട്ടാറ്റോ കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബോയിലായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയിലിട്ടിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വേവാത്തൊരു പ്രശ്നം വരികയും ചെയ്യില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരികയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു കിച്ചൺ ടവലിലേക്കാണ് ഇത് മാറ്റുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ശരിക്കും തുടച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം പൊട്ടാറ്റോ ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും കവറാവണ തരത്തിലൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും കവറാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഈ പൊട്ടാറ്റോയിൽ നിന്ന് പകുതി ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പകുതിയായിട്ട് എങ്ങനെയാണ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്നാട്ടോ കാണിക്കുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് അതേ ഓയിലിൽ തന്നെ ബാക്കി പകുതി പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ നമുക്ക് കോരിയെടുക്കാം. ഇതിന് നമുക്കിതുപോലുള്ള ബാഗിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം വരെ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ. ഇത് ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തേനേക്കാളും ഒന്നുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന 2 രീതിയും കണ്ടില്ലേ. ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.